ഹലോ ഫ്രണ്ട്സ്, മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൊബൈലിലുള്ള ബാറ്ററി പെർഫോമൻസിനെ കുറിച്ചാണ്. അധിക പേരും പറയുന്ന ഒരു പരാതിയാണ്, എൻ്റെതിൽ 5000 mAh ബാറ്ററി ഉണ്ട് അല്ലെങ്കിൽ 6000 mAh ബാറ്ററി ഉണ്ട്, പക്ഷെ അതിൻ്റെ അത്ര പെർഫോമൻസ് മൊബൈലിൽ കാഴ്ചവെക്കുന്നില്ല എന്ന ഒരു പരാതി. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന്. കാരണം നമ്മൾ മൊബൈൽ ചാർജ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ലൈഫിന് അത് ബാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്, ഒരു മൊബൈൽ നമ്മൾ ചാർജ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 25% അല്ലെങ്കിൽ 20% ചാർജ് ആയതിനു ശേഷമാണ് നമ്മൾ വീണ്ടും ചാർജ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ചാർജ് ചെയ്യാൻ ഇട്ടതിന് ശേഷം പിന്നെ 90% അല്ലെങ്കിൽ 100% ആയതിനു ശേഷം മാത്രമാണ് നമ്മുടെ മൊബൈൽ എടുക്കാൻ പാടുള്ളൂ. ഇതിന് മുമ്പായിട്ട് നമ്മൾ എടുക്കുകയും വീണ്ടും ചാർജ് ചെയ്ത് വീണ്ടും ചാർജ് ചെയ്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിനെ ബാറ്ററി ലൈഫിനെ നല്ലവണ്ണം ബാധിക്കും. അപ്പോൾ ഈ കാര്യം ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ ബാറ്ററി പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് MIയുടെ മൊബൈലാണ് ഇങ്ങനെ കാണിക്കുക. റിയൽമിയുടെ മൊബൈലാണെന്നുണ്ടെങ്കിൽ അതിൽ ബാറ്ററി എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, MIയുടെ മൊബൈലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെ നമുക്ക് ഫിക്സ് 1 ബാറ്ററി യൂസേജ് ഇഷ്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കൽ ആക്കാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 14 മിനിറ്റ് കൂടുതൽ ചാർജ് നിൽക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മളിവിടെ ആഡ് കൊടുക്കുക. ശേഷം ബാക്ക് വന്നാൽ വീണ്ടും അവിടെ ഒപ്റ്റിമൈസ് 1 ടൈം ടു സേവ് ബാറ്ററി എന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ടേൺ ഓൺ ഡാർക്ക് മോഡ്. അതായത് ഡാർക്ക് മോഡ് നമ്മൾ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 3 മിനിറ്റും കൂടുതൽ ബാറ്ററി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതും ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ മൊബൈലിൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് 6000 mAhൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ എനിക്ക് ഇത് മാക്സിമം 2 ദിവസമെങ്കിലും എനിക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട്. അതായത് ഞാൻ ഇന്നലെ രാത്രിയാണ് മൊബൈൽ ചാർജിലിട്ടത്. ഇന്ന് രാവിലെയാണ് ഞാൻ മൊബൈൽ എടുത്തത്. അപ്പോൾ 11 മണിക്കൂർ 41 മിനിറ്റ് എൻ്റെ മൊബൈൽ യൂസിങ്ങിലാണ്, ആക്റ്റീവായിട്ട് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ബാറ്ററി കുറച്ചുകൂടി കൂടുതൽ നമുക്ക് യൂസ്ഫുള്ളാകും. അപ്പോൾ റിയൽമിയുടെ മൊബൈലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ സേവ് പവർ എന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായി എല്ലാം സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.